ഞാൻ എൻ്റെ ഖുർആൻ പരമ്പരയിലെ 96-ാമത്തെ ക്ലാസ്സിൽ 6-ാം അധ്യായത്തിലെ 93-ാം വചനവുമായി ബന്ധപ്പെട്ട് ചില കഥകൾ പറഞ്ഞിരുന്നു. ആ വാക്യത്തിൽ അള്ളാഹു വളരെ കോപിഷ്ഠനായി ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. അയാൾക്ക് നരകം വിധിക്കുന്നു, അയാളുടെ മരണം പ്രവചിക്കുന്നു. അങ്ങനെ അതിഭീകരമായ കോപത്തോടു കൂടി ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ച ഈ വാക്യം അബ്ദുല്ലാ ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് എന്ന് പറയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ സഹോദരനെ കുറിച്ചായിരുന്നു എന്ന് ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് ഞാൻ ചർച്ച ചെയ്തത്. എന്നാൽ അത് അബ്ദുള്ളയല്ല, മുസൈലിമയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആധികാരികതയില്ലാത്ത ചില ശ്രമങ്ങൾ ചില വ്യാഖ്യാതാക്കൾ നടത്തിയതായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. എന്തായിരുന്നു ഈ അബ്ദുള്ള ചെയ്ത ഇത്രയും ഭീകരമായ കുറ്റം എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹം മുഹമ്മദിൻ്റെ എഴുത്തുകാരനായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുകയും മുഹമ്മദിൻ്റെ വെളിപാടുകൾ കൃത്യമായി എഴുതി കൊടുക്കുകയും എഴുതുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ചെറുതായിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തി അവതരിപ്പിക്കുകയും അതിന് മുഹമ്മദ് അംഗീകാരം നൽകുകയും ചെയ്തു. ഒടുവിൽ ഒരു വാക്യത്തിൻ്റെ ഒരു വലിയ കഷ്ണം ഇദ്ദേഹം എഴുതി ചേർത്തതോടുകൂടി അത് തന്നെയാണ് അള്ളാഹു എനിക്കും അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്താൻ മുഹമ്മദ് ആവശ്യപ്പെടുകയും ഈ ഒരു ഘട്ടത്തിൽ മുഹമ്മദിൻ്റെ വെളിപാടുകളുടെ ഉറവിടം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംശയമുളവാകുകയും ആ സംശയത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈമാൻ നഷ്ടപ്പെടുകയും അദ്ദേഹം തിരിച്ച് മക്കയിലേക്ക് പോയി. മക്കയിൽ പോയിട്ട് മുഹമ്മദിൻ്റെ വെളിപാടുകളും ആയത്തിറങ്ങലും ഒക്കെ വെറും ഉഡായിപ്പാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത പക മുഹമ്മദിൻ്റെ മനസ്സിൽ ഉരുവം കൊണ്ടത്. ആ പകയാണ് 6-ാം അധ്യായത്തിലെ 93-ാം വാക്യമായിട്ട് പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കഥ. എന്നാൽ ഈ അബ്ദുള്ള കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന ആ വാക്യം അത് 23-ാം അധ്യായത്തിലെ 14-ാം വാക്യമായിരുന്നു. ആ വാക്യത്തിൽ അബ്ദുള്ള കൂട്ടിച്ചേർത്തത് അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടില്ല ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അപ്പോൾ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഈ വാക്യമാണ് അദ്ദേഹം എഴുതി ചേർക്കാൻ പറഞ്ഞതും മുഹമ്മദ് അത് തന്നെയാണ് അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അത് എഴുതാൻ ഉപദേശിച്ചതും. ഇതേ തുടർന്നാണ് അബ്ദുല്ലാ ഇബ്നു സഅദ് ഇബ്നു അബീ സർഹിൻ്റെ ഈമാൻ നഷ്ടപ്പെട്ട് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു പോയത്. ഇനി ഈ 23-ാം അധ്യായത്തിലെ 14-ാം വാക്യം പറയുന്ന വിഷയം മറ്റൊന്നാണ്. അത് നമ്മൾ ചർച്ച ചെയ്തു. അതിനകത്ത് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിലെ ഒരു അറബിക്ക്, മൗദൂദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാട്ടറബിക്ക് പോലും അറിയാവുന്ന കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചു എന്നതിനപ്പുറത്ത് അതിനകത്തൊരു ഭ്രൂണശാസ്ത്രവും ഇല്ല. അതും നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഈ ഭ്രൂണശാസ്ത്രമൊക്കെ പറഞ്ഞിട്ട് അവസാനം അള്ളാഹുവിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് ഒന്ന് പുകഴ്ത്തി അള്ളാഹു ഏറ്റവും നല്ല സൃഷ്ടികർത്താവാണ് എന്ന് പറയാൻ വേണ്ടി കൂട്ടിച്ചേർത്തതായിരുന്നു ഈ വാചകം. ഇത് മുഹമ്മദിൻ്റെ മനസ്സിൽ വന്നില്ല. പക്ഷേ എഴുത്തുകാരനായിരുന്ന അബ്ദുല്ലാ ഇബ്നു അബീ സർഹിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം കൂടെ വരികയും ആ ആയത്തിനൊരു പാരായണ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നതാണ് കഥ. ഇനി ഈ അബ്ദുള്ള കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന ഈ വാചക ശകലം അത് പാരായണ ഭംഗിയുണ്ട്, അള്ളാഹുവിൻ്റെ മഹത്വം പുകഴ്ത്തുന്നുണ്ട്. അള്ളാഹു പറഞ്ഞതാണെന്ന് മുഹമ്മദ് പറഞ്ഞാൽ മാത്രം പെട്ടെന്ന് മുഹമ്മദിൻ്റെ മനസ്സിൽ തട്ടിയ ഒരു വാചകമാണ്, അതുകൊണ്ട് അത് ഉൾപ്പെടുത്തി എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ആശയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വാചക ശകലത്തിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഇസ്ലാമിൻ്റെ തൗഹീദ് എന്ന അടിസ്ഥാന സിദ്ധാന്തത്തിൻ്റെ സത്തയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വ്യക്തമാകും. ഖുർആനിൽ പല സന്ദർഭങ്ങളിലും മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് വന്നിട്ടുള്ള ശിർക്കിൻ്റെ ഹാങ് ഓവർ ഉൾക്കൊള്ളുന്ന വചനങ്ങളിൽ ഒന്നായിട്ടാണ് ഇതും വിലയിരുത്തപ്പെടുന്നത്. ഖുർആൻ്റെ വിമർശകർ പലരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്താണ് ഇതിലെ ശിർക്കിൻ്റെ അംശം? ഇതിൽ പറയുന്നത്
അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. അള്ളാഹു നല്ല ഒരു സൃഷ്ടാവാണ് എന്നല്ല പറയുന്നത്, അള്ളാഹു സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവാണ് എന്നാണ്. ബെസ്റ്റ് ഓഫ് ദി ക്രിയേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെയും ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, സൃഷ്ടികർത്താക്കളുണ്ട്. പക്ഷേ തമ്മിൽ ഭേദപ്പെട്ട തൊമ്മൻ എന്ന മട്ടിൽ ആ സൃഷ്ടികർത്താക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച സൃഷ്ടികർത്താവ് അള്ളാഹു ആണ് എന്നാണ് അതിൽ വരുന്നത്. അപ്പോൾ അള്ളാഹു ഏകനാണ് എന്ന് പറയുന്ന തൗഹീദ് സിദ്ധാന്തത്തിൽ ചെറിയ തോതിലെങ്കിലും മായം കലരുന്ന ഒരു വാക്യശകലമാണ് ഇവിടെ അബ്ദുല്ലാ ഇബ്നു സഅദിൻ്റെ വകയായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ഈ വാചകത്തിലുള്ളത്. ഒരുപാട് സൃഷ്ടാക്കളുണ്ട്, പക്ഷേ ആ കൂട്ടത്തിൽ മെച്ചപ്പെട്ട സൃഷ്ടാവാണ് അള്ളാഹു. ഇത് മുഹമ്മദിൻ്റെ മനസ്സിൽ പലപ്പോഴും ചാഞ്ചാട്ടമുണ്ടാക്കിയിരുന്ന ഒരാശയമാണ് എന്ന് ഖുർആൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. കാരണം ലാത്തയും ഉസ്സയും മനാത്തയും ഒന്നും ദൈവങ്ങളെ അല്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അസ്തിത്വങ്ങൾ തന്നെ ഇല്ല എന്നോ ഒരിക്കലും മുഹമ്മദ് പറഞ്ഞിട്ടില്ല, ഖുർആനും പറയുന്നില്ല. മറിച്ച് ആ ദൈവങ്ങൾ ആരാധന അർഹിക്കുന്നില്ല. ആരാധന അർഹിക്കുന്നത് സുപ്രീം ദൈവമായിട്ടുള്ള അള്ളാഹു മാത്രമാണ്. ഇതായിരുന്നു മുഹമ്മദിൻ്റെ തൗഹീദിൻ്റെ ആശയം. മറ്റു ദൈവങ്ങളില്ല എന്നല്ല. പലപ്പോഴും മറ്റു ദൈവങ്ങൾ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നു എന്ന് ഈ ഖുർആനിൽ പറയുന്നുണ്ട്. മറ്റു ദൈവങ്ങളെ അള്ളാഹു പരലോകത്ത് വിചാരണ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. മറ്റു ദൈവങ്ങളെ വിചാരണ ചെയ്ത ശേഷം അള്ളാഹു നരകത്തിലിടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റു ദൈവങ്ങൾക്ക് തീരെ അസ്തിത്വമില്ല എന്ന ഒരാശയം മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. മറിച്ച് മറ്റു ദൈവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആരാധന അർഹിക്കുന്ന സുപ്രീം ദൈവമായ ദൈവം അള്ളാഹു മാത്രമാണ് എന്നതായിരുന്നു മുഹമ്മദിൻ്റെ തൗഹീദ്. ഇവിടെയും അതുതന്നെയാണ് പറയുന്നത്. സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട സൃഷ്ടികർത്താവ് അള്ളാഹുവാണ് എന്ന് പറയും. അപ്പോൾ വേറെയും സൃഷ്ടികർത്താക്കളുണ്ട് എന്നർത്ഥം. അപ്പോൾ വേറെയും സൃഷ്ടികർത്താക്കളുണ്ട് എന്ന് പറയുമ്പോൾ വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി അത് മനുഷ്യരുണ്ടാക്കുന്ന സാധനം, മനുഷ്യരും പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ അർത്ഥത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഉരുണ്ട് മറിഞ്ഞ് വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താം. പക്ഷേ മനുഷ്യർ നിർമ്മിക്കുന്ന വസ്തുക്കളൊന്നും സൃഷ്ടികർമ്മങ്ങളല്ല, മനുഷ്യർ ഒന്നിൻ്റെയും സൃഷ്ടാക്കളല്ല. പിന്നെ വേറെ മനുഷ്യരല്ലാത്ത സൃഷ്ടാക്കളും ഉണ്ട് എന്ന് തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഉള്ള വസ്തുക്കളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണ് മനുഷ്യരൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ശൂന്യതയിൽ നിന്ന് ഇല്ലാത്ത ഒന്ന് സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. അങ്ങനെ കഴിയുമെന്ന് അവകാശപ്പെടുന്നവരൊക്കെ തട്ടിപ്പുകാരാണ് അല്ലെങ്കിൽ മാജിക്കുകാരാണെന്ന് നമുക്കറിയാം. അപ്പോൾ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്, അത് കൂട്ടത്തിൽ അള്ളാഹുവാണ് മെച്ചപ്പെട്ട സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് സിർക്കിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതും തൗഹീദിൻ്റെ സത്തയ്ക്ക് വിരുദ്ധവുമായിട്ടുള്ള ഒരു ആശയമാണ്. ഇത് കൂട്ടിച്ചേർത്തത് അബ്ദുല്ലാ ഇബ്നു അബീ സർഹ ആയാലും മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് വന്നതായാലും ഇനി ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പിശാജ് വന്നിട്ട് കൂട്ടിക്കലർത്തി എന്ന ഒരു ന്യായീകരണം ഖുർആനിൽ തന്നെ ഉണ്ട്. ആ അർത്ഥത്തിൽ ഇനി പിശാജ് കൂട്ടിച്ചേർത്ത ശിർക്കായാലും ശരി, ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സത്തയ്ക്ക് എതിരായിട്ടുള്ള ഒരു വാചകമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമിൽ നിന്ന് വേറിട്ട് നിൽക്കും. കൃത്യമായ നിവേദക പരമ്പരയുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഈ വാക്യം കൂട്ടിച്ചേർത്തയാൾ അബ്ദുല്ലാ ഇബ്നു അബീ സർഹ ആണ് എന്നും അതിൻ്റെ പേരിലാണ് 6-ാം അധ്യായത്തിലെ 93-ാം വാക്യം അബ്ദുല്ലാ ഇബ്നു അബീ സർഹിനെ ശപിച്ചുകൊണ്ടും അയാൾക്കെതിരായിട്ടും അവതരിച്ചത് എന്നും വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി വരികൾക്കിടയിൽ നിന്ന് വായിക്കുകയാണെങ്കിലും ചരിത്രബോധത്തോടു കൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും നമുക്കത് ബോധ്യപ്പെടും. ഇവിടെ ഈ വാക്യം അവതരിപ്പിച്ചയാൾ അബ്ദുല്ലാ ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ ആണ് എന്ന കാര്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള തരികിടകളും നടത്തിയതായിട്ട് കാണാം. അതിലൊരു തരികിടയെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് 23-ാം അധ്യായത്തിൻ്റെ ഈ 14-ാം വാക്യം. ഇവിടെ ഇതിൻ്റെ പേറ്റൻ്റ് അവകാശപ്പെട്ടുകൊണ്ട് മറ്റൊരാൾ വരുന്നുണ്ട്. ഇത് അബ്ദുല്ലാ ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് പറഞ്ഞതുകൊണ്ട് കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുന്നിടത്തു നിന്നാണ് നമ്മുടെ 6-ാം അധ്യായത്തിലെ 93-ാം വചനത്തിൻ്റെ വ്യാഖ്യാനമായി വന്നിട്ടുള്ള കഥയെല്ലാം പോകുന്നതെങ്കിൽ
ഇതിൻ്റെ കർത്താവ് അബ്ദുല്ലാഹിബ്നു സഅദ് ബിൻ അബീ സർഹ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ്റെ വചനങ്ങൾ അള്ളാഹു നേരിട്ട് അവതരിപ്പിച്ചതും ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് അള്ളാഹു ജിബ്രീലിൻ്റെ കയ്യിൽ കൊടുത്തയച്ചതുമൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കോ മൂലയോ വാലോ തലയോ ഒന്നും വേറെ ആരും അവതരിപ്പിച്ചതാവാൻ പാടില്ല. അതെല്ലാം അള്ളാഹു അവിടുന്ന് അവതരിപ്പിച്ചതാവാനേ പാടുള്ളൂ. എന്നാൽ ഇത് അബ്ദുല്ലാഹിബ്നു സഅദ് കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുമ്പോൾ അത് കൂട്ടിച്ചേർത്തയാൾ അബ്ദുല്ലാഹിബ്നു സഅദ് അല്ല, അത് മറ്റൊരാളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മറ്റൊരാൾ ഇതിൻ്റെ അവകാശവാദവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇത് അബ്ദുല്ല എന്നും പറഞ്ഞതല്ല, ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ വചനമായിട്ട് വന്നതാണ് എന്ന് മറ്റൊരാൾ അവകാശപ്പെടുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഖുർആനിലെ മറ്റൊരു ഏറ്റവും വലിയ തമാശ കൂടി ആ അവകാശവാദത്തിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ അബ്ദുള്ള ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുകയും ഞാൻ പറയുന്നതൊക്കെ തന്നെയാണ് മുഹമ്മദ് വെളിപാടായിട്ട് പറയുന്നത്, അള്ളാഹുവിൻ്റെ വചനങ്ങളും ഞാൻ പറയുന്ന വചനങ്ങളും ഒന്ന് തന്നെയാണ്, ഒന്നുകിൽ മുഹമ്മദ് കള്ളൻ അല്ലെങ്കിൽ ഞാനും പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ദുള്ള മക്കയിൽ ആളുകളെ ഇസ്ലാമിനെതിരായിട്ട് വലിയ തോതിൽ ബോധവൽക്കരണം തുടങ്ങിയപ്പോഴാണ് മുഹമ്മദിന് അബ്ദുള്ളയോട് കടുത്ത വിദ്വേഷമുണ്ടായതും അയാളെ കൊല്ലാനുള്ള ആസൂത്രണം മനസ്സിൽ രൂപപ്പെട്ടതും അതിനനുസരിച്ച് ആയത്തിറക്കിയതും ഒക്കെ. എന്നാൽ മറ്റൊരാൾ അവകാശപ്പെടുന്നത് ഖുർആനിൽ ഈ ആയത്തിൽ പറയുന്ന ഈ ഭാഗം മാത്രമല്ല, വേറെയും കുറേ ആയത്തുകൾ ഞാൻ പറഞ്ഞിട്ട് അവതരിപ്പിച്ചതാണ് എന്നാണ്. അങ്ങനെ അവകാശപ്പെട്ടു വരുന്നയാൾ അബ്ദുല്ലാഹിബ്നു സഅദിനെ പോലെ ഒരു ചെറിയ ആളല്ല, ഒരു ചെറിയ മീനല്ല. ഇസ്ലാം ചരിത്രത്തിൽ മുഹമ്മദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മീനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. ആ വ്യക്തി പറയുന്നത് ഖുർആനിൽ ഈ ആയത്തിൻ്റെ കഷ്ണം മാത്രമല്ല, വേറെയും കുറേ ആയത്തുകൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആരാണ് ആ അവകാശവാദം ഉന്നയിച്ച് വന്നിട്ടുള്ളത്? നമുക്ക് ഈ 23-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൻ്റെ തഫ്സീറിൽ വാഹിദി ഉദ്ധരിച്ചിട്ടുള്ള, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉദ്ധരിച്ച് വന്നിട്ടുള്ള ആ ഹദീസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതാ നോക്കൂ, ഈ 23-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന പ്രസ്തുത വാക്യശകലത്തിൻ്റെ പേറ്റൻ്റ് അവകാശപ്പെട്ടുകൊണ്ട് മറ്റൊരാൾ രംഗത്ത് വരുന്ന ചിത്രം വാഹിദി ഉദ്ധരിച്ച ഈ വ്യാഖ്യാനത്തിൽ കാണാം. ഹദീസാണ്, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള വളരെ പ്രബലമായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസാണ്. ഖുർആനിനെ വിമർശനാത്മകമായി പരിശോധിച്ചിട്ടുള്ള പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു തമാശയാണ് ഇതിൽ വരുന്നത്. നോക്കുക. അനസ് ബിൻ മാലിക് ഹു റിപ്പോർട്ടഡ് ദാറ്റ് ഉമർ ബിൻ ഖത്താബ് സെഡ്, "My words agreed with those of my Lord in 4 instances. I said, O Messenger of Allah, why do we not pray behind the maqam? And Allah revealed, take as your place of worship the place where Abraham stood." 2:125. And I said, O Messenger of Allah, why do you not put a curtain to protect your wives from the gaze of men? And so Allah revealed, and when you ask of them, the wives of the Prophet, anything, ask it of them from behind a curtain. 33:53. I also said to the wives of the Prophet, you had better take heed, or Allah will give the Prophet instead of you wives who are better than you. And so Allah revealed, it may happen that his Lord, if he divorce you, will give him in your stead wives better than you. 66:5. And when the verse, verily we created man from a product of wet earth, 23:12, up to his words, and the produced it as another creation, 23:14, were revealed, I exclaimed, so blessed be Allah, the best of creators. And the end of the verse was revealed as, so blessed be Allah, the best of creators. ഇവിടെ ഉമർ ബിൻ ഖത്താബ്
ഉമ്മർ, രണ്ടാം ഖലീഫയായിരുന്ന ഉമർ ബിൻ ഖത്താബ് ഒരു സന്ദർഭത്തിൽ പറയുകയാണ്, എൻ്റെ വാക്കുകളും ഖുർആനിലെ അള്ളാഹുവിൻ്റെ വാക്യങ്ങളും 4 സന്ദർഭങ്ങളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഖുർആനിൽ ആയത്തുകളായി ഇറങ്ങിയ സന്ദർഭം 4 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 4 ആയത്തുകൾ അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് വിശദീകരിക്കുകയാണ്. അതിലൊന്ന് 2-ാം അധ്യായത്തിലെ 125-ാം വാക്യത്തിൽ മക്കാമു ഇബ്രാഹീമിനെ നമസ്കാര സ്ഥലമാക്കി മാറ്റുക എന്ന്, ഹജ്ജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാഅബയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള, കാഅബയ്ക്ക് ചുറ്റും നടക്കുന്ന ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ആയത്തിൽ മക്കാമു ഇബ്രാഹീമിനെ നിസ്കാര സ്ഥലമാക്കി മാറ്റുക എന്നത് ഉമർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അള്ളാഹു മുഖേന മുഹമ്മദ് അവതരിപ്പിച്ച വാക്യമാണ്. അല്ലെങ്കിൽ ഉമർ ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹു ഇറക്കി കൊടുത്ത ആയത്താണ് ഈ 2:125. ഇതാണ് ഉമർ ഖത്താബിൻ്റെ ഈ ഹദീസിൽ പറയുന്ന ആദ്യത്തെ ഉദാഹരണം. ഇനി 2-ാമത്തെ ഉദാഹരണം 33:53 ഒരു ഭാഗമാണ്. 33:53 വളരെ പ്രസിദ്ധമായിട്ടുള്ള, ഒരുപാട് ആളുകൾ വായിച്ച് ചിരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഈമാൻ നഷ്ടപ്പെട്ട് മുർത്തദാവുകയും ചെയ്യാൻ ഇടയാക്കിയിട്ടുള്ള ഒരു വാക്യമാണ്. ആ വാക്യം പൂർണ്ണമായിട്ട് ഞാൻ വായിക്കാം. അതിൽ ഈ ചുവപ്പിൽ ഇട്ടിരിക്കുന്ന ഭാഗമാണ് ഉമ്മർ പറഞ്ഞ കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയത്. വാക്യം ഇതാണ്: സത്യവിശ്വാസികളെ, ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്. അത് പാകമാകുന്നത് നോക്കിയിരിക്കുന്നവരുമാകരുത്. പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോവുകയും ചെയ്യുക. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാവുകയും അരുത്. തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു. എന്നാൽ നിങ്ങളോടത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു. സത്യത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുന്നില്ല. നിങ്ങൾ അവരോട്, അതായത് നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ഒരു മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദൂതനെ ശല്യമുണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ല. അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല. തീർച്ചയായും അതൊക്കെ അള്ളാഹുവിങ്കിൽ ഗൗരവമുള്ള കാര്യമാകുന്നു. ഈ ആയത്തിറങ്ങിയ സന്ദർഭവും അതിൻ്റെ പശ്ചാത്തലവുമൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്, ഒരുപാട് തമാശകളുള്ളതാണ്. അതൊക്കെ നമുക്ക് ഈ 33-ാം അധ്യായം ചർച്ച ചെയ്യുമ്പോൾ വിശദമായിട്ട് സംസാരിക്കാം. ഇവിടെ ഈ വാക്യത്തിൽ ഞാൻ ഈ ചുവപ്പിൽ കൊടുത്തിട്ടുള്ള നിങ്ങൾ അവരോട്, നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ ഒരു മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക എന്നത് ഉമ്മറിൻ്റെ അഭിപ്രായമാണ്. അത് അള്ളാഹുവിൻ്റെ അഭിപ്രായമോ മുഹമ്മദിൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റാരുടെയോ അഭിപ്രായമല്ല. ഉമർ ബിൻ ഖത്താബ് മുഹമ്മദിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മുഹമ്മദ് അവതരിപ്പിച്ചതാണ്. മുഹമ്മദിനോട് ഉമർ ഖത്താബ് ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹു കൊടുത്തയച്ചതാണ്. ഇതാണ് ഉമർ പറഞ്ഞ 2-ാമത്തെ ഉദാഹരണം. ഉമ്മറിൻ്റേതായി ഖുർആനിൽ വന്നു എന്ന് ഉമർ അവകാശപ്പെടുന്ന 4 കാര്യങ്ങളിൽ 2-ാമത്തെ കാര്യമാണ് ഇപ്പോൾ വായിച്ചത്. നബിയുടെ ഭാര്യമാരോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുക, എന്തെങ്കിലും സാധനം ചോദിക്കുകയൊക്കെ ആണെങ്കിൽ ഒരു മറേൻ്റെ അപ്പുറം നിന്നിട്ടൊക്കെ മതി, നേരിട്ട് വേണ്ട എന്ന് ഉമ്മർ അഭിപ്രായപ്പെട്ടതാണ്. ആ അഭിപ്രായമാണ് ഇവിടെ അള്ളാഹു ആയത്തായിട്ട് ഇറക്കുന്നത്. ആദ്യത്തെ ആയത്തിൽ കാബയിൽ മക്കാമു ഇബ്രാഹിം എന്ന് പറയുന്ന കല്ലുണ്ട്, ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മളുടെ ഒരു നിസ്കാര സ്ഥലമാക്കിയിട്ട് മാറ്റിയാൽ കൊള്ളാം എന്ന് ഉമ്മർ അഭിപ്രായപ്പെട്ടു. അതും അംഗീകരിച്ചുകൊണ്ട് ആയത്തിറങ്ങി. അതാണ് ഒന്നാമത്തേത്. 2-ാമത്തേത് നബിയുടെ ഭാര്യമാരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു മറ വെച്ചിട്ട് അതിൻ്റെ അപ്പുറം നിന്നിട്ട് മതി എന്ന് ഉമ്മർ അഭിപ്രായപ്പെട്ടു. അതും ആയത്തായിട്ട് ഇറങ്ങി. ഇനി 3-ാമത്തെ ഉദാഹരണം 66-ാം അധ്യായത്തിലെ 5-ാം വാക്യമാണ്. പ്രവാചക പത്നിമാരെ, നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാരെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം. മുസ്ലിങ്ങളും സത്യവിശ്വാസിനികളും ഭയഭക്തിയുള്ളവരും പശ്ചാത്താപമുള്ളവരും ആരാധനാനിരതരും വ്രതമനുഷ്ഠിക്കുന്നവരും വിധവകളും കന്യകളുമായിട്ടുള്ള സ്ത്രീകളെ. ഇത് മുഹമ്മദിൻ്റെ ഭാര്യമാർ വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു സന്ദർഭത്തിൽ 2 ഗ്രൂപ്പായി തമ്മിലടിച്ച് ഭയങ്കരമായ കച്ചറയൊക്കെ ഉണ്ടാക്കി നബിക്ക് എല്ലാ ഭാര്യമാരോടും പിണങ്ങി മാസങ്ങളോളം വേറിട്ട് നിൽക്കേണ്ടി വന്ന
ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഉമ്മർ നബിയുടെ ഭാര്യമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നബികൾക്ക് പറഞ്ഞ ഒരു കാര്യമാണ് ഇത്. ഉമ്മർ പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ട് കാര്യം തീർത്ത് ഒഴിവാക്കിയാൽ നിങ്ങളെക്കാളും മെച്ചപ്പെട്ട ഇഷ്ടം പോലെ ഭാര്യമാരെ അള്ളാഹു മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കും, അതുകൊണ്ട് നിങ്ങൾ അടങ്ങി നിന്നോളൂ എന്ന് ഉമ്മർ നബിയുടെ ഭാര്യമാരോട് ഉപദേശിച്ച സന്ദർഭത്തിൽ ഉമ്മറിൻ്റെ ആ ഉപദേശം അതേപടി അള്ളാഹുവിൻ്റെ ആയത്തായിട്ട് അവതരിച്ചു. അതാണ് മൂന്നാമത്തെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാരെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം എന്നത് ഉമ്മറിൻ്റെ വചനമാണ്. നാലാമത്തെ ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ 23:14 അതായത് അബ്ദുല്ലാഹിബ്നു സഅദ് അബീ സർഹിൻ്റേതായ വചനം എന്ന് പൊതുവിൽ തെളിവുകൾ സഹിതം മുഫസ്സിറുകളെല്ലാം അംഗീകരിച്ചു തരുന്ന ഹദീസുകളിലൂടെ വ്യക്തമായിട്ടുള്ള ഈ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന വാചകശകലം അതും ഉമ്മറിൻ്റേതാണ് എന്ന് ഉമ്മർ അവകാശപ്പെടുന്നതായിട്ടാണ് ഈ ഹദീസിൽ കാണുന്നത്. നോക്കുക, പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി, അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി, തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി, എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഇവിടെ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ നല്ല സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അവിടെയും നമ്മുടെ പരിഭാഷകരൊക്കെ പരമാവധി സിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ഇതിനെ മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അർത്ഥത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ കണ്ടത്. സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന ഈ വാചക ശകലം അബ്ദുല്ലാഹിബ്നു സഅദ് അബീ സർഹ് പറഞ്ഞു കൊടുത്തിട്ട് അള്ളാഹു ഇറക്കിയതാണ് എന്ന ചരിത്രത്തെ മാറ്റിമറിക്കാൻ വേണ്ടി, ഈ ചിത്രത്തിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു സഅദിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് ഉമ്മറിൻ്റെ ഒരു ഹദീസിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയതാവാനാണ് സാധ്യത. ഉമ്മറിൻ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ടും നബിയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടും അന്നത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള ഏറ്റവും സ്ത്രീവിരുദ്ധമായ ആശയങ്ങളാണ് പലപ്പോഴും ഉമ്മറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഖുർആനിൽ അവതരിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ സൃഷ്ടികർത്താവിൻ്റെ കാര്യം വന്നത് എന്നറിയില്ല. പലയിടത്തും ഉദ്ധരിച്ച ഹദീസുകളിൽ ഉമ്മർ ഇങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പല സന്ദർഭങ്ങളിലും ഖുർആൻ ആയത്തുകളായി വന്നിട്ടുണ്ട് എന്ന് ഉമ്മർ പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള പല പ്രധാനപ്പെട്ട ഹദീസുകളിലും ഈ വാക്യം കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. മറിച്ച് ബാക്കി 3 വാക്യങ്ങളും അതിൻ്റെ കൂടെ സ്ത്രീവിരുദ്ധത ഉൾക്കൊള്ളുന്ന വേറെ ചില വാക്യങ്ങളുമാണ് അതിലൊക്കെ കണ്ടിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വായനയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഇവിടെ ഉമ്മറിനെ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിലും എന്തോ ചില ദുരുദ്ദേശവും ചില ദുർവ്യാഖ്യാനങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയും ചിത്രത്തിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു സഅദ് അബീ സർഹിനെ മാറ്റാൻ വേണ്ടി പിന്നീട് ആരെങ്കിലും ചേർത്തതായിരിക്കാം, അല്ലെങ്കിൽ ഉമ്മർ തന്നെ അതിൻ്റെ പേറ്റൻ്റ് അവകാശപ്പെട്ടുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അബീ സർഹിനെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചതായിരിക്കാം. എന്തായാലും ഇതൊക്കെയാണ് ഖുർആനിൽ നമ്മൾ വായിക്കുന്ന കോമഡികൾ. മുഹമ്മദിന് തന്നെ പരിഹസിക്കുകയും തൻ്റെ പ്രവാചകത്വവാദത്തെ വിമർശിക്കുകയും ചെയ്തിരുന്ന ആളുകളോടാണ് ഏറ്റവും കൂടുതൽ പകയുണ്ടായിരുന്നത് ആ കാലത്ത്. അത്തരം ആളുകൾക്കെതിരായിട്ടാണ് മുഹമ്മദ് തൻ്റെ വെളിപാടുകളിലൂടെ ഏറ്റവും കൂടുതൽ തെറിയും പുലഭ്യവും വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇത്തരം ഭീഷണികൾ ഇവിടെ അബ്ദുല്ലാഹിബ്നു അബീ സർഹ് മുഹമ്മദിൻ്റെ കൂടെ കുറച്ചു കാലം കൂടിയതിന് ശേഷം തട്ടിപ്പും തരികിടയെല്ലാം മനസ്സിലാക്കി തിരിച്ചു പോയിട്ട് ഞാനും മുഹമ്മദിനെ പോലെ തന്നെയാണ്, എനിക്കും മുഹമ്മദിൻ്റെ മാതിരി വെളിപാടുണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ വെളിപാട് വെറും തട്ടിപ്പാണ് എന്ന് അവിടെ പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ് അയാൾക്കെതിരായിട്ട് ഇത്രയും ഭീകരമായ ഒരു വെളിപാട് ഇറക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയത്. അയാൾ അക്രമികളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമി എന്നാണ് അങ്ങനെയുള്ളവരെ ഇവിടെ ഖുർആൻ വിശേഷിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞവർ അള്ളാഹുവിൻ്റെ വചനങ്ങൾ തന്നെയാണ്
തൻ്റെയും വചനങ്ങളിൽ എന്ന് കള്ളം പറഞ്ഞവരെക്കാൾ വലിയ അക്രമി വേറെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അബീ സർഹിനെ ചീത്ത വിളിക്കുന്നത്. എന്നു മാത്രമല്ല, അയാളുടെ മരണം അതിഭീകരമായ രീതിയിലുള്ള അയാളുടെ മരണം ലക്ഷണങ്ങൾ നിങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ കൊലപാതകം വരെ മനസ്സിൽ കണ്ടുകൊണ്ട് അയാളുടെ മരണം പ്രവചിക്കുകയായിരുന്നു ഈ വെളിപാടിലൂടെ മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയ ആയ അള്ളാഹു ചെയ്തത്. ഇനി ഇതേ കാര്യം ഉമർ ബിൻ ഖത്താബ് അതിനേക്കാൾ നന്നായിട്ടും ഭംഗിയായിട്ടും പറഞ്ഞതാണ് നമ്മളിവിടെ വായിച്ചത്. ഉമർ ബിൻ ഖത്താബ് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ തന്നെ അള്ളാഹു പറഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായങ്ങൾ അള്ളാഹുവിൻ്റെ വെളിപാടായിട്ട് പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട്. ഇതാണ് ഉമർ ഖത്താബ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ തന്നെയാണ് ഞാനും പറഞ്ഞത്, എൻ്റെ വചനങ്ങൾ തന്നെയാണ് അള്ളാഹു എന്നും പറഞ്ഞത്. ഇത് വലിയ അക്രമമാണ്, ഇങ്ങനെ പറയുന്നവർ വലിയ അക്രമികളാണ് എന്ന് പറഞ്ഞ ഈ വാചകം ഉമർ ഖത്താബിന് ബാധകമാകണ്ടല്ലേ? അപ്പോൾ ഈ ഉമർ ഖത്താബ് മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞു കാണുന്നത്. എൻ്റെ അഭിപ്രായങ്ങളും ഖുറാനിൽ വരുന്നുണ്ട് എന്ന് ഉമർ ഖത്താബ് പറഞ്ഞിരുന്നത് നബിയുടെ മരണത്തിന് ശേഷമാണോ അതോ നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണോ എന്നുള്ള വ്യക്തമല്ല. എങ്ങനെ ആയാലും അള്ളാഹു ഇത് കേൾക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ ഉമർ ഖത്താബ് അക്രമികളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമിയാവണ്ടേ? മുഹമ്മദിനെ പരിഹസിക്കാൻ വേണ്ടിയും മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെ തള്ളിപ്പറയാൻ വേണ്ടിയും ഈ കാര്യം പറഞ്ഞ ആൾക്ക് വലിയ അക്രമിയാണെങ്കിൽ അതേ അക്രമം അതിനേക്കാൾ ഭീകരമായിട്ട് ചെയ്യുകയാണല്ലോ ഇവിടെ ഉമർ ഖത്താബ് ചെയ്ത്. ഉമർ ഖത്താബിൻ്റെ ഈ ഒരു ഹദീസ് വായിച്ചിട്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്ന എത്രയോ ആളുകൾ ഇന്നുണ്ട്. അതിൻ്റെയൊക്കെ പേരിൽ മതം വിട്ടുപോകുന്ന ആളുകൾ ഇന്നുണ്ട്. കാരണം എൻ്റെ അഭിപ്രായങ്ങളാണ് അള്ളാഹുവിൻ്റെ അഭിപ്രായങ്ങളായിട്ട് വെളിപാടുകളായിട്ട് ഖുറാനിൽ വന്നത് എന്ന് ഉമർ പറയുമ്പോൾ ഖുറാൻ്റെ വെളിപാടുകളുടെ ഉറവിടം ഏതാണ് എന്ന് അവിടെ വ്യക്തമാവുകയാണ്, പൊളിയാണ്. അവിടെ മുഹമ്മദിനെ നേരിട്ട് പരിഹസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇതൊരു നല്ല ട്രോളായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ആയിഷയും ഇതുപോലുള്ള ട്രോളുകൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. വല്ലാത്തൊരു അള്ളാഹു ആണെങ്കിൽ അള്ളാഹു നിങ്ങളോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ ആയത്തിറക്കാൻ വലിയ ബന്ധപ്പാടുള്ള ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആയിഷ കളിയാക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതുപോലെ ഉമർ ട്രോളിയതാണോ ഇത്? എന്തായാലും ഉമറിനെതിരായിട്ട് അള്ളാഹു ഒരു ഇറക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. നബി ജീവിച്ചിരിക്കുമ്പോഴായാലും നബിയുടെ മരണശേഷമായാലും അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഉമറിനെതിരായിട്ട് ആയത്ത് വരേണ്ടതാണ്. പക്ഷെ വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, അബ്ദുല്ലാഹിബ്നു സഅദ് ബിൻ അബീ സർഹ ആണ് ഉടനെ കൊല്ലപ്പെടാൻ പോകുന്നത് എന്നും അയാളാണ് ഏറ്റവും വലിയ അക്രമി എന്നും അയാളുടെ മരണം ഇതാ നിങ്ങൾ കാണാൻ പോവുകയാണ് എന്നും പ്രവചിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്ത് ആ പ്രവചനത്തെ മൊത്തം പൊളിച്ചു കളയുന്ന രീതിയിൽ അബ്ദുള്ള പിന്നീട് ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അബ്ദുള്ളയുടെ മരണത്തിൽ എന്തെങ്കിലും അസാധാരണത്വമുള്ളതായിട്ട് ചരിത്രത്തിലെവിടെയും കാണുന്നുമില്ല. എന്നാൽ ഉമർ എങ്ങനെയാണ് മരിച്ചത്? ഉമർ മരിച്ചത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹു ഈ പറഞ്ഞതനുസരിച്ചാണ് ഉമർ മരിച്ചിട്ടുള്ളത്. അതിദാരുണമാവിധം സ്വന്തം പ്രജകളിൽപ്പെട്ട സ്വന്തം ഉമ്മത്തിൽപ്പെട്ട ഒരാളുടെ വെട്ടേറ്റ് ഉടനെ മരിക്കുകയല്ല ചെയ്ത്, വെട്ടുകൊണ്ട് ദിവസങ്ങളോളം വേദനയിൽ നരകിച്ച ശേഷം വളരെ ദാരുണമായ രീതിയിലാണ് ഉമർ കൊല്ലപ്പെട്ടത്. അപ്പോൾ അബ്ദുള്ളക്കെതിരായിട്ട് ഖുറാനിൽ വന്ന പ്രവചനം നടന്നില്ല എന്ന് മാത്രമല്ല, അബ്ദുള്ള നേരെ വിപരീതമായിട്ട് ഇസ്ലാമിൻ്റെ നേതാവായി ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായി മാറുകയും സാധാരണ പോലെ മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഉമർ അതിഭീകരമായി കൊല്ലപ്പെടുകയും ദാരുണമായി മരിക്കുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ കാണാം. ഉമർ അള്ളാഹുവിൻ്റെ വചനങ്ങൾ എൻ്റെ വചനങ്ങളാണ് എന്നതുപോലുള്ള ട്രോളുകൾ ഇറക്കിയിട്ടും ഉമറിനെതിരായിട്ട് ഒരു പ്രവചനമോ ഒരായത്തോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ ഒന്നും ഖുറാനിൽ വന്നിട്ടുമില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്കെന്താ മനസ്സിലാവുന്നത്? മുഹമ്മദിൻ്റെ മനസ്സിലുള്ള വികാരങ്ങൾ, അവിടെ അള്ളാഹുവിൻ്റെ വചനങ്ങളൊന്നും ആയിരുന്നില്ല പ്രശ്നം, മുഹമ്മദിനെ വിമർശിച്ചു എന്നതായിരുന്നു പ്രശ്നം. മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെ തള്ളിപ്പറയുകയും നേരെ തിരിച്ചു പോയിട്ട് പാരപ്പണി ചെയ്യുകയും ചെയ്തു എന്നതിൻ്റെ പേരിലാണ് സഅദ് ബിൻ അബീ സർഹിനോട് ഇത്രയും വലിയ പകയും വിദ്വേഷവും മുഹമ്മദിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത്. ആ പകയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ വെളിപാടായിട്ട് പുറത്തു വരുന്നത്. എന്നാൽ മുഹമ്മദിനെ നല്ല സുന്ദരമായിട്ട് ട്രോളുകയാണ് ആയിഷയും ഉമറും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഉമർ പറഞ്ഞത്, ഞാൻ പറയുന്ന പല അഭിപ്രായങ്ങളും അള്ളാഹിൻ്റെ ആയത്തായിട്ട് വന്നിട്ടുണ്ട്,
എന്നാണ് വളരെ കൂളായിട്ടാണ് പറഞ്ഞത്. അത് ട്രോളാണ്, അത് പരിഹാസമാണ്. പക്ഷേ പരിഹാസമാണ് എന്ന് പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയില്ല. ആ ട്രോൾ ഇറക്കിയ ഉമറിന് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വക യാതൊരു വെളിപാടുകളും വന്നില്ല എങ്കിൽ പോലും ആ ഉമർ അതിദാരുണമായിട്ട് പിന്നീട് കൊല്ലപ്പെടുന്ന സംഭവം ചരിത്രത്തിലുണ്ടാകുന്നു. മുഹമ്മദിനെ പരിഹസിച്ചുകൊണ്ട് ഞാനും മുഹമ്മദിനെ പോലെ വെളിപാട് ഇറക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ വിമർശിച്ച അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് പിന്നീട് കാലം മാറിയപ്പോൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയപ്പോൾ ഉസ്മാൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇസ്ലാമിലത്തേക്ക് തിരിച്ചു വരികയും ഇസ്ലാമിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് നേതാവായി ജീവിച്ച് സാധാരണ പോലെ മരിച്ചു പോവുകയും ചെയ്തു. ഇതൊക്കെ കൂടെ ചേർത്ത് വായിച്ചാൽ അള്ളാഹുവിൻ്റെ വെളിപാടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. മുഹമ്മദിൻ്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുന്ന വികാരങ്ങളാണ് മുഹമ്മദിൻ്റെ വെളിപാടുകളായിട്ട് പുറത്തു വന്നിരുന്നത്. യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹിൻ്റെ ചരിത്രവും ഉമർ ഇബ്നു ഖത്താബിൻ്റെ ചരിത്രവും. ഉമറുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. സാമാന്യമായ ഒരു യുക്തി ഉണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ അവകാശവാദങ്ങളുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിനെ പൊരുത്തപ്പെടുത്താൻ കഴിയുക? ഞാൻ പറഞ്ഞു, ഖുർആനിലെ വാക്യങ്ങളായിട്ട് വെളിപാടുകളായിട്ട് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ വികാരവിചാരങ്ങളും അദ്ദേഹത്തിൻ്റെ ആഗ്രഹാഭിലാഷങ്ങളും അദ്ദേഹത്തിന് ചുറ്റുപാടുമുണ്ടായിരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയ യുക്തിയും ഒക്കെ കൂടെ ചേർന്നാണ് ഈ ഖുർആനിലെ വെളിപാടുകളായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനകത്ത് ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പ്രപഞ്ചമുണ്ടാക്കുന്നതിന് മുമ്പ് മനുഷ്യരാശിക്ക് മൊത്തം മാർഗദർശനം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചത് എന്നൊക്കെ അവകാശപ്പെടാവുന്ന എന്തെങ്കിലും ഒരു വരി ഈ ഖുർആനിലുണ്ട് എന്ന് സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും കരുതാനാവില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഉമർ വന്നിട്ട് പറയുകയാണ്, വേറെ ആരുമല്ല, ഉമർ സ്വയം അവകാശപ്പെടുകയാണ്, ഖുർആനിൽ 4 ആയത്തുകൾ ഞാൻ പറഞ്ഞതനുസരിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 4 എണ്ണത്തിൻ്റെ ഉദാഹരണം പറയുകയാണ്. എന്ന് വെച്ചാൽ ഉമ്മറിൻ്റെ അഭിപ്രായം, ഉമ്മറിന് മനസ്സിൽ തോന്നിയ അഭിപ്രായം, ഉമ്മർ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദിൻ്റെ വിശ്വസ്തനായ ഒരു സന്തത സഹചാരിയായിരുന്നു, വേണ്ടപ്പെട്ട ആളായിരുന്നു. ആ ഉമ്മർ പറഞ്ഞ അഭിപ്രായങ്ങളെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് അതുകൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മുഹമ്മദിൻ്റെ ആവശ്യമായിരുന്നു, മുഹമ്മദിൻ്റെ യുക്തിയായിരുന്നു. അതല്ലാതെ പ്രപഞ്ച സൃഷ്ടാവ് നേരത്തെ തയ്യാറാക്കി വെച്ച് ജിബ്രീലിൻ്റെ കയ്യിൽ കൊടുത്തയച്ച ഒരു സാധനമാണെങ്കിൽ അവിടെ ഉമ്മർ പറഞ്ഞ അഭിപ്രായം അതിനകത്ത് വരാൻ പാടില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അഭിപ്രായത്തിന്, അള്ളാഹുവിൻ്റെ അഭിപ്രായത്തിന് എന്ത് വിലയുള്ളത്? ഉമ്മറിൻ്റെ അഭിപ്രായങ്ങൾ മുഹമ്മദിൻ്റെ വായിലൂടെ വെളിപാടായി പുറത്തേക്ക് വരുന്നു എങ്കിൽ ഈ വെളിപാടിൻ്റെ ഉറവിടം മുഹമ്മദിൻ്റെ മനസ്സായിരുന്നു എന്ന കാര്യത്തിൽ എന്ത് സംശയമാണ് പിന്നെ ബാക്കിയുള്ളത്? ഇത് ഉമ്മറിൻ്റെ മാത്രം കാര്യമല്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് മതി, അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ഇറക്കിയ ആയത്ത് മെച്ചപ്പെടുത്താൻ അബീ സർഹിന് സാധിച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹു അവിടെ ലൗഹിൽ മഹ്ഫൂദിൽ എഴുതി വെച്ച വാചകഘടനയിൽ പോലും മെച്ചപ്പെട്ട തിരുത്തലുകളും മെച്ചപ്പെട്ട വെട്ടിത്തിരുത്തലുകളും എഡിറ്റിങ്ങും നടത്താൻ മുഹമ്മദിൻ്റെ എഴുത്തുകാരനായിരുന്ന, മുഹമ്മദിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കൂടെ എഴുതാനിരുന്ന ആൾക്ക് സാധിക്കുകയും അതിന് മുഹമ്മദ് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. പറഞ്ഞാൽ മുഹമ്മദിന് തന്നെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. മുഹമ്മദിൻ്റെ മനസ്സിൽ തോന്നുന്നത് ചിലപ്പോൾ അള്ളാഹു തോന്നിക്കുന്നത് കൊണ്ടാണ് എന്ന് മുഹമ്മദ് വിശ്വസിച്ചിരിക്കാം. പക്ഷെ താൻ പറയുന്ന വാചകങ്ങൾ അതേപടി കുത്തും കോമയും വ്യത്യാസമില്ലാതെ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന് മുഹമ്മദ് പോലും വിശ്വസിച്ചിരുന്നില്ല എന്നതിൻ്റെ തെളിവാണത്. കാരണം അബീ സർഹ് എന്തെങ്കിലും പറയുമ്പോൾ അത് അങ്ങനെ പോരെ, ഇങ്ങനെ ആയാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മതി എന്ന് പറയണമെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന് മുഹമ്മദ് വിശ്വസിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതേപോലെ ഉമ്മർ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് മുഹമ്മദിന് തോന്നിക്കഴിഞ്ഞാൽ മുഹമ്മദ് അടുത്ത ആയത്ത് ഇറക്കുമ്പോൾ അതും കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നു എങ്കിൽ ഈ ആയത്തുകളുടെ ഉറവിടം അള്ളാഹു ആണോ അതോ മുഹമ്മദിൻ്റെ മനസ്സാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി നമ്മളധികം അലയേണ്ട കാര്യമില്ല.
ഉഹുദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് മുഹമ്മദ് മരിച്ചുപോയി എന്നും ഉഹുദ് യുദ്ധത്തിൽ വലിയ പരാജയം നേരിട്ടു എന്നും ഒക്കെ ഉള്ള ആ ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു സ്ത്രീ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുന്നത് കണ്ടു എന്നും ആ സ്ത്രീ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഖുർആനിലെ വാചകമായി വന്നു എന്നും പറയുന്ന ഹദീസ് വേറെ ഉണ്ട്. ഒരു അജ്ഞാതയായ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയ ഒരു വാചകം പോലും പിന്നീട് മുഹമ്മദ് അത് കേട്ടറിഞ്ഞിട്ട് അത് ഖുർആനിലെ വാചകമായിട്ട് ഉൾപ്പെടുത്തി എന്ന് പറയുന്ന ഹദീസുണ്ട്. അങ്ങനെ അജ്ഞാതരായ സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളും മുഹമ്മദ് കൂടെ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളും എഴുത്തുകാരനായ അബീസർഹ് കൂടെ ഇരുന്നു കൊണ്ട് വെട്ടിത്തിരുത്തി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ ഈ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പുസ്തകം അതിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്ന് എന്ന് മനസ്സിലാക്കാൻ പിന്നെ നമ്മളധികം ദൂരമൊന്നും സഞ്ചരിക്കേണ്ട കാര്യമില്ല. മുഹമ്മദിൻ്റെ മരണശേഷം അള്ളാഹുവിൻ്റെ ഒരു വിരലനക്കം പോലും ലോകത്ത് എവിടെയും പ്രപഞ്ചത്തിൽ എവിടെയും നമ്മൾ കണ്ടിട്ടുമില്ല. ഒരു വാചകവും എവിടുന്നോട്ട് ഇറങ്ങിയിട്ടുമില്ല. ഈ മണ്ടത്തരങ്ങളെല്ലാം നൂറ്റാണ്ടുകളായി തലമുറകളായി കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോഴും അയ്യോ ഇതൊന്നും ഞാൻ കൊടുത്തയച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാനം രക്ഷിക്കാൻ പോലും അള്ളാഹു എവിടെയും ഒരു അശരീരി പോലും കേൾപ്പിച്ചതായിട്ട് ഒരനുഭവമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഖുർആൻ തന്നെയാണ് ദൈവം എന്നൊരാളില്ല എന്നതിൻ്റെ ഏറ്റവും ശക്തമായ ഏറ്റവും യുക്തമായ തെളിവ് എന്ന് പറയുന്നത്. ഇനി ഉമ്മർ അവതരിപ്പിച്ചു എന്ന് പറയുന്ന, ഉമ്മർ പറഞ്ഞതനുസരിച്ച് ഇറങ്ങി എന്ന് പറയുന്ന ഈ 4 ആയത്തുകളെക്കുറിച്ച് നമുക്ക് പിന്നീട് ബന്ധപ്പെട്ട അതാത് അധ്യായങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറേ കൂടെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. എന്തായാലും ഖുർആനിൻ്റെ ഉറവിടം എന്ത് എന്ന് വ്യക്തമാകുന്നതിന് ഏറ്റവും യുക്തിസഹമായിട്ടുള്ള അനേകം തെളിവുകളിൽ ഒരു തെളിവാണ് ഞാനിപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച ഉമ്മറിൻ്റേതായ വചനങ്ങളും ഖുർആനിലുണ്ട് എന്ന് കാണിക്കുന്ന ഈ ഹദീസും അതുമായി ബന്ധപ്പെട്ട ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളും. അൻആം അധ്യായത്തിലെ അടുത്ത വാക്യവുമായിട്ട് നമുക്ക് അടുത്ത ഖുർആൻ ക്ലാസ്സിൽ വീണ്ടും കാണാം.